ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമായിട്ട് കൺസിഡർ ചെയ്യും. സയൻസിൽ പാസിംഗ് പെർസെൻറ്റേജ് അഥവാ വിജയ ശതമാനം കൂടുതലാണ്. സയൻസിൽ 84%, പക്ഷെ കൊമേഴ്സിലോട്ട് വരുമ്പോൾ 74% വിജയ ശതമാനം. ഹ്യൂമാനിറ്റീസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി കുറയുന്ന 66% മാത്രമാണ് വിജയ ശതമാനം. സയൻസ് ഭയങ്കര ടഫാണ്. പിന്നെ സിമ്പിളായിട്ട് വരുന്നത് കൊമേഴ്സ്, സിമ്പിളായിട്ട് വരുന്നത് ഹ്യൂമാനിറ്റീസ് എന്നുള്ള കണക്കിലാണ്. സോ എന്തുകൊണ്ട് ഈ വിജയ ശതമാനം അതിന് നേരെ വിപരീതമായി വരുന്നു? മാർക്ക് ഇടുന്ന രീതിയിലാണ്. ലൈക്ക് സയൻസിലാണെങ്കിൽ ഇപ്പോൾ പ്രാക്ടിക്കൽ ലാബിൽ 40 മാർക്സ് അവർക്ക് ലാബിൽ നിന്ന് തന്നെ കിട്ടും. 60 മാർക്ക് തിയറിയിൽ വേണ്ടി എടുക്കണം. 60 മാർക്ക് അവർക്ക് തിയറിയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രാക്ടിക്കൽ ലാബ് പാസ്സാവാൻ പറ്റും. അതാണ് ഫസ്റ്റ് റീസൺ. കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ളതിലൊക്കെ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല അവർക്ക് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് ഫുൾ മാർക്ക് അവർക്ക് കുറച്ച് അൺസൈക്കബിൾ ആയിരിക്കും. പിന്നെ ഡിപ്പെൻസ്. ഇതിനൊക്കെ തുടങ്ങുന്നത് SSLC കഴിഞ്ഞിട്ട് അവർ സ്ട്രീം ചൂസ് ചെയ്യുന്ന സ്ട്രീമൊക്കെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത്യാവശ്യം പഠിക്കുന്നവർ സയൻസ് എടുക്കുന്നു. സയൻസ് ടഫാണ്. അവർ ട്യൂഷനിലൊക്കെ പോയി തുടക്കം മുതലേ പഠിച്ച് അങ്ങനെയൊക്കെ അങ്ങ് വരുന്നതുകൊണ്ടും അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയാവുന്നതുകൊണ്ടും അവരിരുന്ന് പഠിക്കും. എന്നാൽ കൊമേഴ്സുകാരും ഹ്യൂമാനിറ്റീസുകാരും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണല്ലോ, സയൻസിൻ്റെ അത്ര ഞങ്ങൾക്ക് പഠിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവർ പഠിക്കത്തില്ല. സോ അങ്ങനെയുള്ള ഒരു ഒഴിപ്പൽ കാരണം ആണ് നമുക്ക് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിലൊക്കെ വിജയ ശതമാനം കുറഞ്ഞ് വരുന്നത്. പകരം ഭയങ്കര ടഫാണ് എന്നറിയപ്പെടുന്ന സ്ട്രീമായിട്ടുള്ള സയൻസിൽ വിജയ ശതമാനം ഉന്നതിയിൽ നിൽക്കുന്നതും. പറയാലോ, ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല. കാരണം ഞാൻ +1 +2 ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഇതിലൊന്നും ഒരു പരിചയവുമില്ല. ഞാൻ SSLC കഴിഞ്ഞിട്ടേ ഉള്ളൂ. അലോട്ട്മെൻറ്റിനൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഒരു ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. എനിക്കിതിനെപ്പറ്റി ഒരു ധാരണ, ഒരു എക്സ്പീരിയൻസ് ഇല്ല.